വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണലിൽ വന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെങ്ങിന് പകരം വിവാഹ ചടങ്ങുകൾ നടത്താൻ മണിയറയിലെത്തിയ ഷുവാന് നല്ല പേടിയുണ്ടായിരുന്നതിനാൽ അവനാകെ തപ്പിത്തടയുന്നു. ശബ്ദം കേട്ട് ഷെങ് ആണെന്ന് കരുതി ആദ്യം എൻ്റെ സ്കാർഫ് മാറ്റാതെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് യൂൻ എഴുന്നിട്ട് അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നടക്കുന്നു. ഷുവാൻ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ യൂവിൻ്റെ കാൽ തട്ടി നിലത്ത് വീഴുന്നു. ശബ്ദം കേട്ട് യൂൻ സ്കാർഫ് മാറ്റി നോക്കിയപ്പോൾ ഷെങ്ങിന് പകരം ഷുവാനെ കണ്ട് അവൾക്കാകെ കലിയേറുന്നു. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കാതെ ഷുവാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. യൂൻ തൻ്റെ തോഴിയോട് ഷെങ് എവിടെയാണെങ്കിലും പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നു. ദേഷ്യം കാരണം അവൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തട്ടി എറിയുന്നുണ്ട്. ടാൻ്റെ മഞ്ഞുകൊട്ടാരത്തിന് മുന്നിൽ യുഹാവോ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. യുവിൻ്റെ തോഴി അവിടെ വന്ന് ഷെങ്ങിനെ കുമാരി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചെങ്കിലും ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് ഷെങ് അകത്ത് നിന്ന് യുഹാവോയോട് വിളിച്ചു പറയുന്നു. പറഞ്ഞത് കേട്ടല്ലോ, മടങ്ങിപ്പോകാൻ യുഹാവോ തോഴിയോട് പറയുന്നു. രാജ്യം മുഴുവൻ കീർത്തി കേട്ട 8ാമത്തെ രാജകുമാരൻ തൻ്റെ പുതിയ ഭാര്യയോട് ഇങ്ങനെ പെരുമാറിയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ടാൻ ഷെങ്ങിനെ കളിയാക്കിയപ്പോൾ ഏത് പുതിയ ഭാര്യയുടെ കാര്യമാണ്, നിന്റെ കാര്യമാണോ എന്ന് ചോദിച്ച് ഷെങ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളൊന്നും ഇങ്ങനെയല്ല, അവർ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാറുള്ളൂ. തങ്ങൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടണമെന്നാണ് അവിടെ പെൺകുട്ടികളെല്ലാം ആഗ്രഹിക്കാറുള്ളത്. അല്ലാതെ ഇവിടുത്തെ ആണുങ്ങളെ പോലെ കുറേ ഭാര്യമാരും പിന്നെ കുറേ വെപ്പാട്ടിമാരും അവിടെ ഇല്ല. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണെന്നൊക്കെ ടാൻ പരാതി പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അവിടെ വേറെ ഒരു പെണ്ണിന് സ്ഥാനം ഉണ്ടാവില്ല. നിന്റെ ലോകത്തെ ആളുകൾ ആനിവേഴ്സറി ആഘോഷിക്കാറില്ല, അതുപോലെ എല്ലാ വർഷവും നിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവാഹം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് ഷെങ് പറയുന്നു. ടാൻ വളരെ ഹാപ്പി ആകുന്നുണ്ട്. വെറുതെ സംസാരിച്ചിരുന്ന് ഇന്നത്തെ രാത്രി വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞവൾ അവൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്നു. അടുത്ത ദിവസം ടാൻ ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിങ്ഷിന് അടി കിട്ടിയതുപോലെ കവളും തപ്പി പിടിച്ച് കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നത്. എന്ത് പറ്റിയെന്ന് ടാൻ അന്വേഷിക്കുന്നു. ഞാൻ കുറച്ച് പീച്ച് ഫ്ലവറിൻ്റെ സൂപ്പ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ യൂനിൻ്റെ തോഴി അവിടെ വന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന സൂപ്പ് കണ്ടപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ തയ്യാറാവാഞ്ഞപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പിടിയോലിക്കിടയിൽ അവളുടെ കയ്യിലിരുന്ന പാത്രം താഴെ വീണ് പൊട്ടി. അത് ഞാനാണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞ് അവൾ എന്നെ അടിച്ചു എന്ന് ജംഗ്ഷൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണല്ലോ, ജോലിക്കാരിക്ക് വരെ ഇത്ര അഹങ്കാരമോ. ഇന്ന് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിന്റെ സങ്കടം മാറ്റാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ടാൻ ജിങ്ഷനെയും കൊണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും യൂനും തോഴിമാരും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ടാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കുമാരിയുടെ തോഴി എനിക്ക് രാജമാതാവ് തന്ന വളരെ വിലപിടിപ്പുള്ള ഒരു പാത്രം പൊട്ടിച്ചു. ആ പാത്രം മരിച്ചുപോയ ചക്രവർത്തി മുത്തശ്ശിക്ക് നൽകിയതായിരുന്നു. അത് പൊട്ടിച്ചതിൻ്റെ അർത്ഥം ചക്രവർത്തി അപമാനിക്കുന്നു എന്നല്ലേ. കുമാരിയുടെ തോഴിക്ക് തക്കതായ ശിക്ഷ നൽകാനാണ് ഞാൻ വന്നത്, ആരും എന്നെ തടയാമെന്ന് വിചാരിക്കേണ്ടെന്ന് യൂൻ പറയുന്നു. താൻ അടിമുടി കലി കയറുന്നുണ്ട്. എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ധൈര്യം നിനക്കായോ? നീ ഇവിടെ വന്നിട്ട് 2 ദിവസം തികഞ്ഞില്ലല്ലോ, അപ്പോഴേക്കും എൻ്റെ തലയിൽ കയറി നിരങ്ങാമെന്ന് കരുതിയോ? ആ പാത്രം അത്രയ്ക്ക് വിലപിടിപ്പുള്ളതായിരുന്നെങ്കിൽ അത് പൊക്കിയെടുത്ത് ഷോ കാണിക്കാതെ സൂക്ഷിച്ച് വയ്ക്കാൻ നിൻ്റെ തോഴിയോട് പറയണമായിരുന്നു. അത് സൂക്ഷിക്കാതിരുന്നതാണ് രാജാവിനെയും രാജ്ഞിയെയും അപമാനിക്കുന്നതിന് തുല്യമെന്ന് പറഞ്ഞ് ടാൻ അവളുടെ നേരെ കത്തിക്കയറുന്നു. എന്തൊക്കെ പറഞ്ഞാലും മര്യാദയില്ലാത്ത ആ ജോലിക്കാരിയെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജിങ്ഷിനെ പിടിക്കാൻ യൂൻ തൻ്റെ തോഴിമാരോട് പറയുന്നു. അവർ മുന്നോട്ട് വന്നപ്പോൾ ടാൻ കൈ നിവർത്തി ജിങ്ഷിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആർക്കാണ് ഇത്ര ധൈര്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോഴേക്കും ബഹളം കെട്ടി ഷെങ് യുഹാവോയ്ക്കൊപ്പം അവിടെ എത്തുന്നു. യൂൻ ആദ്യം തന്നെ തൻ്റെ പരാതി പറഞ്ഞെങ്കിലും തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം വെറുതെ രാജമാതാവിൻ്റെ പേര് ഉപയോഗിക്കാതെ നീ ഇവിടെ നിന്ന് അധിക ദിവസമാകുന്നതിന് മുമ്പ് എനിക്ക് തലവേദന ഉണ്ടാക്കാൻ തുടങ്ങിയാണ്, എൻ്റെ കൊട്ടാരത്തിലെ സമാധാനം നശിപ്പിക്കുകയാണോ നിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഷെങ് അവളെ വഴക്ക് പറഞ്ഞിട്ട് ടാനോട് ക്ഷമ പറയാൻ പറയുന്നു. വേറെ നിവൃത്തിയില്ലാഞ്ഞതിനാൽ അവളുടെ തോഴി ഒരു ഗ്ലാസ് ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. യൂൻ അതുമായി ടാൻ്റെ മുന്നിൽ പോയി ക്ഷമ പറയുന്നു. പക്ഷേ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയാമോ എന്ന് ടാൻ വീണ്ടും അവളെ കൊണ്ട് ക്ഷമ പറയിക്കുന്നു. പക്ഷേ ചായ വാങ്ങാൻ അവൾ കൂട്ടാക്കില്ല. ജിങ്ഷിൻ്റെ മുഖത്തൊരു ചിരി വിടരുന്നുണ്ട്. ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ശിക്ഷ ഇങ്ങനെ ചായ സൽക്കാരത്തിലും ക്ഷമ പറച്ചിലും തീരുമെന്ന് കരുതണ്ട എന്ന് ഷെങ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ജിങ്ഷൻ വിജയഭാഗത്തിൽ ചായ ഗ്ലാസ് വാങ്ങി വയ്ക്കുന്നു. ഇനിമേലാൽ നിന്നെ ഈ മഞ്ഞുകൊട്ടാരത്തിനുള്ളിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഷെങ് യൂനിനെ പറഞ്ഞു വിടുന്നു. ടാൻ സന്തോഷത്തോടെ ഷെങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ കാത്തിരുന്നെന്ന് ടാനിനെ നോക്കി യൂൻ പിറുപുറത്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. യൂൻ നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോയ കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട്. ഷെങ് വിവാഹരാത്രി മുറിയിൽ വരാൻ ടാനർ അനുവദിച്ചില്ലെന്നും അവളുടെ തോഴി മുത്തശ്ശി എന്ന പാത്രം പൊട്ടിച്ചിട്ടും കൂടി അവളെ ശിക്ഷിക്കാൻ അനുവദിക്കാതെ കാരനെ കൊണ്ട് എന്നെ വഴക്ക് കുറച്ചു എന്ന് നമുക്ക് പരാതി പറയുന്നു. ആ സമയത്ത് പാനറും അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശി യൂനിനെ അടുത്ത് പിടിച്ചെത്തി നിന്റെ പ്രശ്നത്തിന് ഉടൻ തന്നെ ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ടാനറിനോട് ശത്രുതയുള്ള ഒരാളെ കണ്ടുകിട്ടിയതിന് സന്തോഷം അവിടെ ഇരിക്കുമ്പോൾ പാനറിന്റെ മുഖത്തുണ്ടായിരുന്നു. അവൾ പിന്നീട് മനഃപൂർവ്വം യൂനിന്റെ മനസ്സിൽ ടാനറിനെതിരെ കൂടുതൽ വിഷം കുത്തിയിറക്കുന്നു. ടാനർ ഇപ്പോഴും എൻ്റെ ഭർത്താവിനെയും വശീകരിച്ച് വശത്താക്കി വെച്ചിരിക്കുകയാണ്. ഷെങ് ആയിരുന്നു യഥാർത്ഥത്തിൽ യുവരാജാവാകേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ യുവരാജസ്ഥാനം നഷ്ടപ്പെടാൻ കാരണം ആ നിർണായക നിമിഷത്തിൽ അദ്ദേഹം ടാനറെ കാണാൻ വേണ്ടി പോയതുകൊണ്ടാണ്. ടാനറും ഈഹുവായും തമ്മിൽ അതിന് പദ്ധതി തയ്യാറാക്കിയതിൻ്റെ തെളിവായി ഒരു പെയിൻറ്റിംഗ് പോലുമുണ്ട് എന്നൊക്കെ പാനർ യൂനിനെ അറിയിക്കുന്നു. ഈ രാജ്യത്തിൻ്റെയും ഷെങ്ങിൻ്റെയും രക്ഷയ്ക്ക് ടാനറിനെ ഇല്ലാതാക്കാൻ ഞാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് പറ്റൂ. പക്ഷേ ടാനർ ഇപ്പോൾ ഷെങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഞാൻ അവളെ ഇല്ലാതാക്കിയാൽ ഷെങ്ങിനെ വെറുക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് യൂൻ പറയുന്നു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ആദ്യം കുറച്ച് ദേഷ്യം തോന്നിയാലും അദ്ദേഹത്തിന് രാജാവാകണമെങ്കിൽ കുമാരിയുടെ അച്ഛൻ്റെ സഹായം കിട്ടിയാലേ പറ്റൂ. അപ്പോൾ അദ്ദേഹം എന്തായാലും അതൊക്കെ മറക്കും എന്ന് പറഞ്ഞ് പാനർ അവൾക്ക് ധൈര്യം നൽകുന്നു. ടാനറെ ഇല്ലാതാക്കാനുള്ള പദ്ധതി മറ്റാരും അറിയാതെ ശ്രദ്ധിക്കണമെന്നും അവൾ പറയുന്നു. യൂനിനെ കുറച്ച് എടുത്തിയാട്ടവും ഷെങ്ങിനോട് അമിത സ്നേഹമുണ്ട് എന്നതല്ലാതെ പാനറുടെ ദുരിതശം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇല്ലാതിരുന്നതിനാൽ ഷെങ് രാജാവായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് പാനർ തന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് അവൾ വിശ്വസിക്കുന്നു. ടാനറെ ഇല്ലാതാക്കുന്നത് വഴി ഷെങ്ങിനെ തകർത്ത് ഈഹുവായ്ക്ക് ഒരു തടസ്സവുമില്ലാതെ രാജാവാകാൻ സാധിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യമെന്ന് യൂൻ അറിയുന്നില്ല. മാത്രമല്ല ടാനർ ഇല്ലാതാക്കുന്നതോടെ ഈഹുവായും തൻ്റേതാകും എന്ന് പാനർ വിശ്വസിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് മടങ്ങിയെത്തി അവൾ അമ്മയെ തൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് അറിയിക്കുന്നു. യൂനിനെ ഉപയോഗിച്ച് ടാനറിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അതോടെ ഷെങ് തനിയെ നശിച്ചോളുമെന്നും പിന്നെ ഈഹുവായുടെ വഴിയിൽ തടസ്സം നിൽക്കാൻ ആരും വരില്ല എന്നും അവൾ അമ്മയെ അറിയിക്കുന്നു. തിരികെ ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലെത്തിയ യൂൻ ടാനറെ ഇല്ലാതാക്കാനുള്ള വഴികൾ ആലോചിച്ചു കൊടുക്കുന്നു. അതിനുള്ള ആദ്യ ശ്രമം എന്നോണം
അവൾ തൻ്റെ തോഴിയുടെ കൈവശം നഗരത്തിലെ കുറേ വീടുകളുടെ ആധാരവും വിലപിടിപ്പുള്ള കുറേ ആഭരണങ്ങളും ഒക്കെ ടാനിന് സമ്മാനമായി കൊടുത്തുവിടുന്നു. മുറിയിൽ പതിവില്ലാത്ത വിധം വിലപിടിപ്പുള്ള വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുന്ന കണ്ട് ടാൻ ജിങ്ഷനോട് വിവരം തിരിക്കപ്പോൾ കുമാരൻ അന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം യുവിൻ്റെ സ്വഭാവം മാറിയെന്നാണ് തോന്നുന്നത്. അവൾക്ക് നമ്മളുമായി അടുപ്പമുണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അതിനായി കൊടുത്തയച്ചതാണ് ഇതെല്ലാം എന്ന് ജിങ്ഷൻ പറയുന്നു. വീടിൻ്റെ ആധാരങ്ങളും അവൾ ടാനിനെ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ വിറ്റ് കാശാക്കി എനിക്ക് നല്ല പണക്കാരിയാകാമല്ലേ എന്നൊക്കെ ടാൻ അത് കണ്ട് ചോദിക്കുന്നുണ്ട്. ഇതുകൂടാതെ മനോഹരമായ ഒരു സ്ഥലത്ത് ഇന്ന് നമ്മൾ ടൂർ പാക്കേജ് ഒക്കെ നൽകുന്നത് പോലെ പോയി കണ്ട് സംഗീത പരിപാടി ആസ്വദിക്കാനുള്ള ഒരു ടിക്കറ്റും യൂൻ ടാനിന് കൊടുത്തയച്ചിരുന്നു. വളരെ മനോഹരമായ സ്ഥലമാണ്, നമുക്ക് പോയി കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് സംഗീതമൊക്കെ ആസ്വദിച്ച് വരാമെന്ന് ജിങ്ഷൻ പറയുന്നു. ടാനർക്ക് ഈ സംഗീതമൊക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ അവളെ വിളിച്ചു വരുത്തി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ടാനും അത് സമ്മതിക്കുന്നു. ആ ടിക്കറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും യൂനിന് തന്നെ തിരികെ കൊടുത്തേക്ക്, എനിക്ക് അവളോട് കടപ്പാടൊന്നും ഉണ്ടാക്കി വെക്കാൻ താല്പര്യമില്ലെന്ന് ടാൻ ജിങ്ഷനോട് പറയുന്നുണ്ട്. തൻ്റെ പദ്ധതി യൂൻ ഉടൻ തന്നെ പാനറെ അറിയിക്കുന്നു. ടാനർ എനിക്കപ്പോൾ സംഗീത പരിപാടിക്ക് വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ ദിവസം ഷെങ് സൈന്യത്തിലെ ഡ്യൂക്കായ വിലിയാനെ കാണാൻ പോകുന്നതിനാൽ ടാനർ എവിടെയാണെന്ന് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടാകില്ല. ഇതാണ് പറ്റിയ അവസരമെന്ന് യൂൻ പറയുന്നു. ഇത്ര ധൃതി പിടിച്ച് വേണോ? കുറച്ചുകൂടി കാത്തിരിക്കുന്നതല്ലേ നല്ലതെന്ന് പാനർ ചോദിച്ചെങ്കിലും ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല, ഇത് തന്നെയാണ് നല്ലത് എന്ന് യൂൻ പറയുന്നു. യൂൻ പോയി കഴിഞ്ഞ ഉടൻ തന്നെ പാനർ അമ്മയുടെ അടുത്തത് യൂൻ്റെ പദ്ധതിയെക്കുറിച്ചും അതിനൊപ്പം തന്നെ അവൾ അറിയാതെ ഷെങ്ങിനെ കൊല്ലാൻ താൻ പദ്ധതി ഇടുന്നതിനെക്കുറിച്ചും പറയുന്നു. ഷെങ് അതിന് പരിപാടി നടക്കുന്നിടത്തേക്ക് വരുമോ എന്ന് അമ്മ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ടാനർ അപകടത്തിലാണെന്നറിഞ്ഞാൽ ഷെങ് ഉറപ്പായും വരും. ഷെങ് വരുന്നതുവരെ നമ്മുടെ ആളുകളോട് അവിടെ കാത്തു നിൽക്കാൻ പറയാം, വന്നു കഴിഞ്ഞാൽ അവർ ഷെങ്ങിനെ വധിക്കും എന്ന് പാനർ പറയുന്നു. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടായാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനെന്ന് അമ്മ പറഞ്ഞപ്പോൾ യൂൻ ഏർപ്പാടാക്കുന്ന കൊലയാളികളുടെ അതേ വേഷം തന്നെ ധരിക്കാൻ നമ്മുടെ ആളുകളോടും പറയാം. അവളുടെ ആളുകൾക്ക് അബദ്ധം പറ്റി ഷെങ്ങിനെ വധിച്ചതാണെന്നേ വരാവൂ. അങ്ങനെയാകുമ്പോൾ നമ്മളാരും സംശയിക്കില്ല, കുറ്റം മുഴുവൻ യൂൻ്റെ തലയിലാകും, അവൾക്ക് ശിക്ഷ ഇട്ടുകൊള്ളും എന്ന് പാനർ പറയുന്നു. അങ്ങനെ പരിപാടി ദിവസമായി പരമ്പരാഗത രീതിയിലുള്ള സംഗീതം ഡാൻസും കണ്ട് താൻ ആകെ ബോറടിച്ചിരിക്കുകയാണ്. ഷെങ് സൈന്യത്തിലെ ഡ്യൂക്കുമായുള്ള കൂടിക്കാഴ്ചയിലാണ്. ആ സമയത്തൊരു കത്തി ആരോ ഷെങ്ങിന് നേരെ എറിയുന്നു. അവനത് കൈകൊണ്ട് പിടിക്കുന്നു. അതിൽ ടാനറുടെ ജീവൻ അപകടത്തിലാണെന്ന് എഴുതിയിരുന്നു. ടാനർ എവിടെയുള്ളതെന്ന് ഷെങ് യുഹാവയോട് ചോദിച്ചപ്പോൾ യൂനൊപ്പം സംഗീത പരിപാടിക്ക് പോയിരിക്കുകയാണെന്ന് അറിയിക്കുന്നു. അവൻ അപകട സൂചന തോന്നിനാൽ അവൻ വേഗം അവിടേക്ക് പോകുന്നു. അതേസമയം ആകെ ബോറടിച്ചൊരു വഴിയായിരിക്കുകയായിരുന്നു ടാൻ. അവൾക്ക് അന്ന് ടാനറെ വിളിച്ചു വരുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെ ആക്രമിക്കാൻ യൂൻ കയ്യിലിരുന്ന വിശറി താഴിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന തൻ്റെ കൂട്ടാളിക്ക് അടയാളം നൽകുന്നു. അയാൾ മുഖംമൂടി താഴിട്ട് വാളുമായി ടാന് നേരെ ചെല്ലുന്നു. ടാൻ വേഗം ഒഴിഞ്ഞു മാറിയെങ്കിലും അയാൾ അവളെ പിടിച്ച് നിലത്തേക്കെറിഞ്ഞ് വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഷെങ് അവിടെ എത്തി അയാളെ തടയുന്നു. ആ തക്കത്തിന് യൂനും തോഴിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ജിങ്ഷൻ ടാനെയും കൊണ്ടൊരു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. ഷെങ് അയാളെ ആക്രമിച്ച് പരാജയപ്പെടുത്തിയപ്പോഴേക്കും അക്രമിയുടെ മറ്റൊരു സംഘം അവിടെ എത്തുന്നു. പാനർ ഏർപ്പാടാക്കിയതായിരുന്നു അത്. അവരുമായി നല്ലൊരു ഫൈറ്റ് തന്നെ ഷെങ്ങിന് നടത്തേണ്ടി വരുന്നു. ആ സമയത്ത് ഒരാൾ മറിഞ്ഞിരുന്ന് ടാനിന് നേരെ അമ്പയ്യാൻ തുടങ്ങുന്നു. ആദ്യ തവണ അമ്പ് ഒഴിവാക്കി ടാനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ടാമത് അയാൾ ഷെങ്ങിന് നേർക്ക് തന്നെ അമ്പ് ചെയ്യുന്നു. അവൻ ടാനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ അവനത് ശ്രദ്ധിച്ചിരുന്നില്ല. അത് അവൻ്റെ നെഞ്ചിൽ തന്നെ അവൻ തറയ്ക്കുന്നു. ടാനും ജിങ്ഷനും ഓടിയെത്തി അവനെ താങ്ങുന്നുണ്ട്. അപ്പോഴേക്കും യുഹാവോയും ഡ്യൂക്കും സേനയുമായി വന്നതിനാൽ അക്രമി സംഘം ഓടി രക്ഷപ്പെടുന്നു. അധികം വൈകാതെ ഷെങ്ങിന് ബോധം നഷ്ടപ്പെടുന്നു. ഷെങ്ങിന് അപകടം പറ്റിയപ്പോഴാണ് താൻ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ടാന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവനാണ് ഈ ഡോങ്കിയിൽ തനിക്കെല്ലാമെന്ന് അവൾ തിരിച്ചറിയുന്നു. ഷെങ്ങിൻ്റെ മുറിവ് വളരെ മാരകമായിരുന്നു. കൊട്ടാരത്തിലെ മികച്ച വൈദ്യന്മാരെല്ലാം അവനെ പരിശോധിച്ച ശേഷം രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല എന്നറിയിക്കുന്നു. താൻ ആകെ പ്രതീക്ഷ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് തൻ്റെ ജീവൻ രക്ഷിച്ച സന്യാസിയെ പോയി കണ്ടാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കുമാരനെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ജിങ്ഷൻ പറഞ്ഞത്. അത് ശരിയാണെന്ന് ടാനും തോന്നുന്നതിനാൽ വേഗം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ അവൾ ജിങ്ഷനെ പറഞ്ഞയക്കുന്നു. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ അവൾ ഷുവാനെയും യുഹാവോയും ഏൽപ്പിച്ചു കൊടുത്തു. ആക്രമണം നടന്ന സ്ഥലം അവർ രണ്ടുപേരും ഉടൻ തന്നെ പരിശോധിച്ചെങ്കിലും അവർക്കവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജിങ്ഷൻ അന്വേഷിച്ചു പോയിട്ട് സന്യാസിയെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ നാളെ വീണ്ടും പോകാമെന്ന് അവൾ ടാനെ അറിയിക്കുന്നു. ടാൻ ഊണും ഉറക്കവും ഇല്ലാതെ ഷെങ്ങിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അവനെ ശുശ്രൂഷിക്കുകയാണ്. അവളോട് റെസ്റ്റ് എടുക്കാൻ ജിങ്ഷൻ പറഞ്ഞിട്ട് പോലും അവൾ കൂട്ടാക്കുന്നില്ല. എനിക്ക് ഷെങ്ങിനൊപ്പം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അവൾ ജിങ്ഷനോട് പുറത്തു പോകാൻ പറയുന്നു. ഷെങ്ങിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ട് അവൾ പലതും പറയുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നിട്ട് നീ എന്നെ തനിച്ചാക്കി പോവുകയാണോ? നീ ഉണരുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന് വാക്ക് തരാം. അഥവാ പോയാൽ തന്നെ ഞാൻ നിന്നെയും കൂടെ കൊണ്ടുപോകാം. എന്നെ വിട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ ടാൻ കരഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ വരാൻ താമസിച്ചില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സന്യാസി അവിടേക്ക് എത്തുന്നത്. ടാനിന് കുറച്ച് പ്രതീക്ഷ കിട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഷെങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾ അദ്ദേഹത്തോട് പറയുന്നു. ഞാൻ എന്തിനാണ് അവൻ്റെ ജീവൻ രക്ഷിക്കുന്നത്? ഞാൻ വന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി ചേർത്തിരുന്ന കോൺട്രാക്റ്റ് അവൻ മരിക്കുന്നതിന് മുമ്പ് ഇല്ലാതാക്കാനാണ്. ഇല്ലെങ്കിൽ അവൻ്റെ ഒപ്പം നീയും മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ചെങ്കിലും എനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ കൈ പിൻവലിക്കുന്നു. കഴിഞ്ഞ തവണ എന്നെ രക്ഷിച്ചതുപോലെ ഇത്തവണ ഷെങ്ങിനെ കൂടി രക്ഷിച്ചുകൂടെ എന്നവൾ ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെ മാത്രമേ രക്ഷിക്കണമെന്നുള്ളായിരുന്നു. ഞാൻ എന്തിനാണ് അവനെ രക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ എത്ര താല്പര്യം കാണിക്കുന്നത്? എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് തോന്നല്ലോ. അതാണോ നിങ്ങൾ എന്നെ മരിക്കാൻ അനുവദിക്കാതെ ഓടി വന്നത് എന്ന് ടാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കള്ളന്മാരുടെ കൂട്ട് ഉത്തരം പറയുന്നത് മുഖം തിരിച്ചിരുന്ന് പരുകുന്നു. കാര്യം അതുതന്നെയാണെന്ന് മനസ്സിലാവുന്നതിനാൽ ടാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്ത് കഴുത്തിന് നേരെ പിടിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഷെങ് മരിച്ചാൽ അദ്ദേഹത്തെക്കാൾ മുന്നേ ഞാൻ മരിക്കും. താങ്കൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്താലും ഷെങ്ങിനെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ടാൻ തീർത്ത് പറയുന്നു. അവൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഷെങ്ങിനെ രക്ഷിക്കാൻ തയ്യാറാകുന്നു. അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൻ്റെ ശരീരത്തിലേക്ക് മാന്ത്രിക ശക്തി കടത്തിവിടുന്നു. മന്ത്രപ്രയോഗം കഴിഞ്ഞപ്പോൾ ഷെങ്ങിന് എങ്ങനെയുണ്ട് എന്ന് അവൾ ചോദിക്കുന്നു. അവൻ്റെ ശരീരത്തിനുള്ളിലെ എനർജി മറ്റുള്ള മനുഷ്യരെക്കാൾ വളരെ കുറവാണ്. എന്താണ് അതിനുള്ള കാരണമെന്ന് എനിക്കറിയില്ല. പുറമേ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലും സ്പിരിച്വൽ എനർജി അവന് വളരെ കുറവാണ്. ഈ ഡോങ്കിയിൽ സ്പിരിച്വൽ എനർജി വളരെ കുറവായതുകൊണ്ട് തന്നെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറയും.
ഷെങ് രക്ഷപ്പെടുമോ എന്ന് ടാൻ ചോദിച്ചപ്പോൾ ഇപ്പോഴെന്തായാലും മരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ടാൻ ചോദിച്ചെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, എന്തായാലും നമുക്കിപ്പോൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാമെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കേണ്ട, ഞാനിത് സമ്മതിക്കില്ല എന്ന് ടാൻ തീർത്ത് പറയുന്നു. രക്ഷയില്ലെന്ന് കണ്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ മരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് ടാൻ പുറകെ എഴുന്നേറ്റ് ചെന്നെങ്കിലും നിമിഷം കൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷമാകുന്നു. അപ്പോഴാണ് യുവരാജാവ് കുമാരിയെ കാണാനായി വന്നിട്ടുണ്ട് എന്ന് ജിങ്ഷൻ വന്നറിയിക്കുന്നത്. അവനെന്തിനാണ് ഇപ്പോൾ എന്നെ കാണുന്നത്? എന്തായാലും ഷെങ് ഉണർന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ടാനർ അവനെ കണ്ട് സംസാരിച്ച് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ജിങ്ഷനൊപ്പം പോകുന്നു. ഷെങ്ങിന് ഇതുവരെ സുഖമായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് ടാനർ ജിങ്ഷനോട് ചോദിക്കുന്നു. ഈഹുവായി നിൽക്കുന്നിടത്തേക്ക് ജിങ്ഷൻ ചൂണ്ടിക്കാട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.